12 വർഷമായി കേരളത്തിലെ 133 റവന്യൂ വില്ലേജുകളിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ സ്വന്തം ഭൂമിയിൽ തന്നെ അനിശ്ചിതത്വത്തിൻ്റെ തടവിലാണ്. അവർ താമസിക്കുന്ന വീടുകൾ, കൃഷിഭൂമികൾ, വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരു ജനസമൂഹത്തിൻ്റെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ തന്നെ ഇപ്പോഴും പരിസ്ഥിതി ലോല പ്രദേശം എന്ന നിർവചനത്തിൻ്റെ നിഴലിലാണ്. 2026 ജൂലൈ 27 കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുറത്തിറക്കിയ 7ാമത്തെ കരട് വിജ്ഞാപനവും ഈ അനിശ്ചിതത്വത്തിന് വിരാമമിട്ടിട്ടില്ല. മറിച്ച് കഴിഞ്ഞ 12 വർഷമായി നീണ്ടു നിൽക്കുന്ന ആശങ്കകൾക്കും അവകാശ നിഷേധങ്ങൾക്കും വീണ്ടും 60 ദിവസത്തെ ദീർഘിപ്പിക്കൽ മാത്രമാണ് അത് സമ്മാനിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട ജൈവ വൈവിധ്യ സമ്പത്തുകളിൽ ഒന്നാണെന്നതിൽ തർക്കമില്ല. അതിനെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരുപോലെ ഉത്തരവാദിത്വമാണ്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പേരിൽ പതിറ്റാണ്ടുകളായി അവിടെ ജീവിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങൾ അനിശ്ചിതത്വത്തിലാക്കുന്ന സമീപനമാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഈ വിവാദത്തിന്റെ തുടക്കം 2010 പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും തുടർന്ന് 2013 ഡോക്ടർ കസ്തൂരി രംഗൻ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലുമാണ്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള 2 റിപ്പോർട്ടുകളും സമീപനത്തിൽ വ്യത്യസ്തമായിരുന്നെങ്കിലും അവയെ തുടർന്നാണ് 2014 ആദ്യ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇതിനുശേഷം അന്തിമ വിജ്ഞാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പകരം കാലാവധി അവസാനിപ്പിക്കുമ്പോഴൊക്കെ പുതിയ കരട് വിജ്ഞാപനങ്ങൾ പുറത്തിറങ്ങുകയാണ്. 7 വിജ്ഞാപനങ്ങൾക്ക് ശേഷവും ജനങ്ങളുടെ ആശങ്കകൾക്ക് വ്യക്തമായ പരിഹാരം കാണാനായിട്ടില്ല. ഭരണകൂടം സമയം നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് മലനിരകളിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. പരിസ്ഥിതിയും മനുഷ്യജീവിതവും പരസ്പര വിരുദ്ധങ്ങളല്ല. എന്നാൽ നയരൂപീകരണത്തിലെ കാലതാമസവും ഭരണപരമായ അലംഭാവവും കാരണം പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളുടെ ജീവിതാവകാശവും തമ്മിലുള്ള കൃത്രിമ സംഘർഷമാണ് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ കേന്ദ്രമാവേണ്ടത് കാടുകളല്ല, മനുഷ്യരാണ്. ഭൂപടങ്ങളല്ല, ജീവിതങ്ങളാണ്. കേരളത്തിൽ പരിസ്ഥിതി ലോല പ്രദേശമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിസ്തീർണം 9993.7 ചതുരശ്ര കിലോമീറ്ററാണ്. 2026 ജൂലൈ 27 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ 7ാമത്തെ കരട് വിജ്ഞാപനത്തിലും ഈ വിസ്തൃതിയിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ പഞ്ചായത്ത് വില്ലേജ് വിഭജനങ്ങളെ തുടർന്ന് ESA പരിധിയിൽ ഉൾപ്പെടുന്ന റവന്യൂ വില്ലേജുകളുടെ എണ്ണം 123 നിന്ന് 131 ഉയർന്നു. ഈ കണക്കുകൾ കേവലം ഭൂപടത്തിലെ രേഖകളല്ല. ഓരോ വില്ലേജിനും പിന്നിൽ മനുഷ്യജീവിതങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, കൃഷിയിടങ്ങളും സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളുമുണ്ട്. അവയെല്ലാം ഇന്നും അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിൽ നിർദ്ദിഷ്ട ESA വിസ്തൃതിയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും പിന്നിൽ 3ാം സ്ഥാനത്താണ് കേരളം. എന്നാൽ ഈ കണക്കുകളെ സംസ്ഥാനങ്ങളുടെ ആകെ ഭൂവിസ്തൃതിയുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോഴാണ് മറ്റൊരു ചിത്രം തെളിയുന്നത്. മഹാരാഷ്ട്രയുടെ ആകെ ഭൂവിസ്തൃതി 3,07,713 ചതുരശ്ര കിലോമീറ്ററാണ്. കർണാടകയുടേത് 1,90,791 ചതുരശ്ര കിലോമീറ്റർ. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. അതിൽ നിന്നാണ് ജനവാസ മേഖലകളും കൃഷിഭൂമികളും ഉൾപ്പെടുന്ന 9,993.7 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു താരതമ്യവും ശ്രദ്ധേയമാണ്. കേരളത്തെക്കാൾ 3 ഇരട്ടി വിസ്തൃതിയുള്ള തമിഴ്നാട്ടിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ESA വിസ്തൃതി 6,914 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഏകദേശം 5 ഇരട്ടിയോളം വലിയ ഭൂവിസ്തൃതിയുള്ള ഗുജറാത്തിൽ അത് 449 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഈ കണക്കുകൾ സംസ്ഥാനങ്ങൾക്കിടയിലെ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ മാത്രമല്ല, അതിർത്തി നിർണയത്തിലും പ്രദേശ നിർവചനത്തിലും സ്വീകരിച്ച സമീപനങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കേരളം ഉന്നയിച്ച പ്രധാന ആവശ്യം വ്യക്തമായിരുന്നു. ജനവാസ മേഖലകളും കൃഷിഭൂമികളും തോട്ടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കി പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ വിസ്തൃതി 9,993.7 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 8,590.69 ചതുരശ്ര കിലോമീറ്ററായി പുനർനിർണയിക്കണമെന്ന്. എന്നാൽ ഈ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല.
ESA വിവാദം 12 വർഷം പിന്നിടുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ അനിശ്ചിതത്വത്തിന്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാർ മാത്രമാണോ? കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനങ്ങൾ തുടർച്ചയായി പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഭരണപരമായ കാലതാമസവും ഈ പ്രതിസന്ധിയെ രൂക്ഷമാക്കിയിട്ടുണ്ട് എന്നുള്ള വിമർശനം ശക്തമാണ്. ജനവാസ മേഖലകൾ, കൃഷിഭൂമികൾ, തോട്ടങ്ങൾ, വനമേഖലകൾ എന്നിവ വ്യക്തമായി വേർതിരിച്ച് റവന്യൂ വില്ലേജുകളുടെ അതിർത്തികൾ കൃത്യമായി നിർണയിക്കുന്ന ഫീൽഡ് സർവേയും ശാസ്ത്രീയ മാപ്പിങ്ങും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ലെന്നത് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതേ ആശങ്കകൾ നേരിട്ട മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിച്ച സമീപനം ശ്രദ്ധേയമാണ്. തമിഴ്നാടും ഗോവയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ, ജിയോസ്പെഷ്യൽ മാപ്പിംഗ്, ഫീൽഡ് സർവേ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനവാസ മേഖലകളും വനമേഖലകളും വ്യക്തമായി വേർതിരിച്ച് കേന്ദ്ര സർക്കാരിന് പുതുക്കിയ വിവരങ്ങൾ സമർപ്പിച്ചു. അതുവഴി മനുഷ്യവാസമുള്ള പ്രദേശങ്ങളെ ESA പരിധിയിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. കേരളത്തിലും സമാനമായ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നടപടിക്രമങ്ങളിലെ കാലതാമസവും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും കാരണം അത് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ടില്ല. ജനപ്രതിനിധികൾ, കർഷക സംഘടനകൾ, സഭകൾ, സാമൂഹിക സംഘടനകൾ ഇവയൊക്കെയും ആവർത്തിച്ചുന്നയിച്ച ആശങ്കകൾ ഭരണ നടപടികളായി മാറാൻ വൈകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള കത്തോലിക്ക മെത്രാൻ സമിതി അടുത്തയിടെ ചൂണ്ടിക്കാട്ടിയതും ഇതേ കാര്യമാണ്. റവന്യൂ വില്ലേജുകളുടെ അതിർത്തികൾ ശാസ്ത്രീയമായി പുനർനിർണയിക്കുകയും ഫീൽഡ് സർവേ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് KCBC വ്യക്തമായി വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 7ാമത്തെ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും അഭിപ്രായങ്ങൾ അറിയിക്കാൻ അവസരം നൽകുന്നുണ്ട്. അതിനാൽ പഴയ എതിർപ്പുകൾ ആവർത്തിക്കുന്നതിൽ മാത്രമല്ല ഇനി പ്രസക്തി. കൃത്യമായ ശാസ്ത്രീയ വിവരണങ്ങൾ, പുതുക്കിയ ഭൂപടങ്ങൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ, ജനവാസ മേഖലകളുടെ വ്യക്തമായിട്ടുള്ള രേഖപ്പെടുത്തൽ എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്രമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുന്നതുകൊണ്ട് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. ഭരണപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പരിസ്ഥിതി സംരക്ഷണവും ജനങ്ങളുടെ ജീവിതാവകാശവും ഒരുപോലെ ഉറപ്പാക്കുന്ന പ്രായോഗിക പരിഹാരമാണ് ഇനി നമുക്ക് വേണ്ടത്. കാരണം ഓരോ പുതിയ വിജ്ഞാപനവും ഒരു ഔദ്യോഗിക രേഖ മാത്രമല്ല, മലനിരകളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഭാവിയെ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പശ്ചിമഘട്ടം തീർച്ചയായും സംരക്ഷിക്കപ്പെടണം. അത് ഇന്ത്യയുടെ ജൈവ വൈവിധ്യത്തിന്റെ അമൂല്യ സമ്പത്താണ്. വനങ്ങളും ജലസ്രോതസ്സുകളും വന്യജീവികളും വരും തലമുറകൾക്കായി സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ അനിശ്ചിതത്വത്തിലാക്കുന്ന നയങ്ങൾക്ക് നീതിയുടെ മുഖമുണ്ടാവില്ല എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. മലയോരങ്ങളിലെ മനുഷ്യർ കാടിന്റെ ശത്രുക്കളായിട്ടല്ല, സർക്കാർ നടപടികളുടെ ഭാഗമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറുകയും കാടിനെ കൃഷിഭൂമിയാക്കുകയും മാറ്റിയവരും കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകിയവരുമാണ് കുടിയേറ്റ ജനത. പ്രളയവും ഉരുൾപൊട്ടലുകളും വന്യമൃഗശല്യവും വിലത്തകർച്ചയും അതിജീവിച്ചിട്ടും കൃഷി കൈവിടാതെ തുടരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് ESA അനിശ്ചിതത്വത്തിന്റെ ഏറ്റവും വലിയ ഇരകളായിരിക്കുന്നത്. അവർക്ക് നിശ്ചയമായും നീതി ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. 12 വർഷമായി തുടരുന്ന ഈ അനിശ്ചിതത്വം വഴി ഒരു തലമുറ മുഴുവൻ അവർ പിറന്നു വീണ മണ്ണിൽ താൽക്കാലിക അവസ്ഥയിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് തീരെ അഭിമാനകരമല്ല. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതും അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കുന്നതും പരസ്പര വിരുദ്ധമായ ലക്ഷ്യങ്ങളല്ല. സുസ്ഥിര വികസനത്തിന്റെ അടിസ്ഥാന തത്വം ഇവ രണ്ടിനുമിടയിൽ നീതിപൂർവമായ സന്തുലനം കണ്ടെത്തുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷണം മനുഷ്യനെ ഒഴിവാക്കിയുള്ള പദ്ധതിയാകുമ്പോൾ അത് ജനദ്രോഹപരമായിട്ട് മാറും. മനുഷ്യന്റെ ആവശ്യങ്ങൾ മാത്രം പരിഗണിച്ച് പ്രകൃതി അവഗണിക്കുമ്പോൾ അത് ഭാവി തലമുറകളോടുള്ള അനീതിയാകും. 12 വർഷവും 7 വിജ്ഞാപനങ്ങളും പിന്നിട്ടിട്ടും
ഒരു സ്ഥിര പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് നയരൂപീകരണത്തിൻ്റെ പരാജയമാണ്. ഇനിയും പുതിയ വിജ്ഞാപനങ്ങളിലൂടെ സമയം നീട്ടുകയല്ല ഇവിടെ വേണ്ടത്. ജനങ്ങളുടെ ജീവിതവും പ്രകൃതിയുടെ നിലനിൽപ്പും ഒരുപോലെ ഉറപ്പാക്കുന്ന നീതിയുക്തവും ശാസ്ത്രീയവുമായ അന്തിമ തീരുമാനങ്ങളാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. കപട പരിസ്ഥിതി സ്നേഹത്തിൻ്റെ പേരിൽ പതിറ്റാണ്ടുകളായി ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന കൃഷിഭൂമികളിൽ കർഷക ജനതയെ, മലയോര ജനതയെ അന്യരാക്കി അവശേഷിപ്പിക്കുന്നത് കാടത്തമാണ്, തികഞ്ഞ ജനദ്രോഹ പ്രവർത്തികളാണ്. പശ്ചിമഘട്ട മലനിരകളിൽ പണിതുയർത്തിയിട്ടുള്ള റിസോർട്ടുകളും അണക്കെട്ടുകളും വികസിത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അവിടെ പരിസ്ഥിതിയുടെ വാദങ്ങളൊന്നും അവർ ഉന്നയിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ കൃഷി ചെയ്യുന്നത് മാത്രം പരിസ്ഥിതിക്കെതിരെയുള്ള മഹാപരാധമായി കൊട്ടിഘോഷിക്കുകയും അവിടെയുള്ള മനുഷ്യരെ പതിറ്റാണ്ടുകളായി അവഗണിക്കുകയും ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.